إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء 18-ാമത്തെ ആയത്ത് നോക്കൂ വിശദീകരണം. ബൽ നക്ദിഫു പക്ഷേ നാം എറിയുന്നു അല്ലാഹ് പറയുകയാണ്. ബിൽ ഹഖി സത്യത്തെ എറിയുന്നു, അലൽ ബാത്തിൽ അസത്യത്തിന്റെ മേൽ. സത്യത്തെ അസത്യത്തിന്റെ മേൽ എറിയുന്നു എന്ന് പറഞ്ഞാൽ അസത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി സത്യത്തെ അസത്യത്തിന്റെ മേൽ എറിയുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് വിശദീകരണം നോക്കൂ. ഫയദ്മഉഹു അപ്പോൾ അത് തകർത്തു കളയുന്നു. ഫയദ്മഉഹു അത് തകർത്ത് കളയുന്നു എന്ന് പറഞ്ഞാൽ ആ സത്യം അസത്യത്തെ തകർത്ത് കളയുന്നു. ഫഇദാഹുവ അപ്പോൾ അതാ സാഹിഖുൻ അത് നാമാവിശേഷമാകുന്നു. ആ അസത്യം നാമാവിശേഷമാകുകയാണ്. സത്യം മുകളിലേക്ക് വരുന്നതോടുകൂടി, സത്യമോടെ പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി അസത്യം അത് നാമാവശേഷമാക്കി മാറുന്നു. അതിന് ആ സത്യം അസത്യത്തെ തകർത്തു കളയുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വലക്കുമുൽ വൈൽ വലക്കും നിങ്ങൾക്കുണ്ട് അൽ വൈൽ നാശം മിമ്മാ തസിഫൂൻ നിങ്ങൾ പറഞ്ഞു വരുന്ന നിമിത്തം. നിങ്ങൾ ഒരുപാട് അസത്യങ്ങളും കളവുകളുമാണ് അല്ലാഹുവിനെതിരും അല്ലാഹുവിന്റെ റസൂലിനെതിരിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ദീനിനെതിരിലും പറഞ്ഞു വരുന്നത്, കെട്ടിയുണ്ടാക്കി പറയുന്നത്. അതിന്റെ പേരിലെല്ലാം നിങ്ങൾക്ക് നാശം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ, നിങ്ങൾ സത്യം അസത്യത്തെ ഇല്ലാതെയാക്കുന്നു, അതിനെ തകർത്ത് കളയുന്നു, അതിനെ നാമാവശേഷമാക്കുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. ജാ അൽ ഹഖ് വസഹഖൽ ബാതിൽ എന്ന് ഖുർആനിൽ വേറൊരു സ്ഥലത്ത് കാണാം. ജാ അൽ ഹഖ് സത്യം വന്നു, വസഹഖൽ ബാതിൽ അസത്യം നാമാവശേഷമായി പോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സത്യം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അസത്യത്തിന് നിലനിൽപ്പില്ല എന്നാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി വിശദീകരിച്ചു തരുന്നത്. അങ്ങനെ ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളും യഥാർത്ഥ മുസ്ലിമീങ്ങളുമായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ